പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പത്മവും വർഷവും കൂടെ അമ്പലത്തിൽ പോവാണ്. അങ്ങനെ ഡോറൊക്കെ അടച്ച് ദീപ്തി മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വരുമ്പം വേദയുടെ മുറിയിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. വേദയെടുത്ത് ആരോ സംസാരിക്കുന്നുണ്ട്. അപ്പം വിക്രം പറയുകയാണ്, എന്നും ഈ മുറിയിൽ ഇങ്ങനെ അടച്ചിരിക്കണമെന്നാണ് നീ പറയുന്നത്? അപ്പം വേദ പറയാണ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസത്തേക്ക് മാത്രം വിക്രം ഇതിനകത്തിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വേദ വിക്രത്തിനോട് പറയുന്ന ദീപ്തി കേൾക്കുകയാണ്. അപ്പം ദീപ്തിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഡോറിൻ്റെ അടുത്തോട്ട് പോയി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ വേദിയുടെ മുറിയിൽ ആരോ ഉണ്ടെന്ന് ദീപ്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വ്യക്തമാവുന്നില്ല. പക്ഷേ ആരോ ആ മുറിയിലുണ്ടെന്ന് ദീപ്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ ദീപ്തിയാണെങ്കിൽ ഡോറിൽ തട്ടുവാണ്. വേദേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയത്ത് വേദയും വിക്രം കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ പറയാണ്, ദീപ്തിയാണെന്ന് തോന്നുന്നു, വിക്രം ബാത്റൂമിലോട്ട് കയറിക്കോ, അവളെന്തോ ആവശ്യത്തിന് വന്നേക്കുക, അങ്ങോട്ട് കയറിക്കോളാൻ പറയാണ്. ചിലപ്പോൾ അവൾ മുറിയിലേക്ക് അങ്ങനെ കയറി വന്നാലോ എന്ന് പറയാണ്. അങ്ങനെ വിക്രം പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി ഒളിക്കുകയാണ്. എന്നിട്ട് വേദയെന്ന് ഡോറ് തുറക്കുവാണ്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ദീപ്തി കയറി ഇങ്ങനെ അകത്തേക്ക് വരികയാണ്. വേദയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. എന്താ എന്താ നീ റൂമിനകത്തോട്ട് കയറിയത്? നീ ഇതിൻ്റെ റൂമിനകത്ത് കയറിയെന്ന് ചോദിക്കുകയാണ്. ഇറങ്ങിപ്പോയെ, എൻ്റെ റൂമിനകത്ത് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ തള്ളി കയറി റൂമിലേക്ക് വരുന്നത് എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ ദീപ്തി പറയാണ്, ഞാൻ ഈ മുറിയിൽ നിന്നൊരു സൗണ്ട് കേട്ട്, അത് ഞാനായ ഫോണിൽ സംസാരിച്ചതാണെന്ന് വേദ പറയാണ്. അപ്പോൾ ദീപ്തി പറയാണ്, എനിക്ക് ചേച്ചി ഫോണിൽ സംസാരിച്ചതാണെന്ന് തോന്നില്ല, കാരണം തിരിച്ച് മറുപടി പറയുന്നത് എനിക്ക് പുറത്ത് നിന്ന് കേൾക്കാമായിരുന്നു, പിന്നെ എങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അത് ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇട്ടയാണെന്നൊക്കെ എക്സ്ക്യൂസ് പറയാണ്. അപ്പം ദീപ്തി പറയണം, അല്ല, ഈ റൂമിൽ ഉറപ്പായിട്ടും ഒരാളുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുറിയിൽ നിന്ന് പോവാം, അല്ലാതെ ഈ മുറിയിൽ നിന്ന് ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി നേരെ കയറി അങ്ങ് കട്ടിലേ ഇരിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, നിന്നോട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാനല്ലേ പറഞ്ഞത്, എനിക്കിഷ്ടമല്ല എൻ്റെ മുറി കയറുന്നത്, നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് തള്ളി കയറിയത് എന്ന് ചോദിക്കുകയാണ്. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഈ മുറിയിൽ നിന്ന് പോകത്തില്ല, ഈ മുറിയിൽ ആരോ ഉണ്ട്, ഞാൻ സൗണ്ട് കേട്ടതാണ്, ഉറപ്പായിട്ട് ഈ മുറിയിൽ ആരോ ഉണ്ട്, ആ ആളെ എനിക്ക് കാണണമെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വേദയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, വേദപ്പെട്ട അവസ്ഥയായി. അപ്പം വേദ ഒന്നും മിണ്ടാതെ കുഞ്ഞിരിക്കുകയാണ്. ചേച്ചി, ആരാ ഈ മുറിയിലുള്ളത്, ചേച്ചി എന്നോട് പറ എന്ന് പറയാണ്. ഇപ്പോൾ ഇവിടെ അമ്മയും വർഷയേട്ടത്തി ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ചേച്ചി എന്നോട് പറ, ഈ മുറിയിലുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, നിനക്കറിയാലോ വരുണിനെ കൊന്ന കാര്യം, വരുണിനെ കൊന്നത് വിക്രമല്ല. അപ്പം ദീപ്തി പറയാണ്, അത് ചേച്ചി എപ്പോഴും പറയുന്ന കാര്യമാണ്, വിക്രമേട്ടനല്ല വരുണിനെ കൊന്നത്. ഇപ്പം ഞാൻ ചോദിച്ചതിന് ചേച്ചി ഇതുവരെ ഉത്തരം തന്നില്ല, ഈ മുറിയിലുള്ളത് ആരാണെന്ന് ചോദിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വേദ പറയുകയാണ്. അന്ന് വരുൺ മരിച്ച രാത്രിയിൽ വിക്രമാണ് കുത്തിയെന്ന് പറഞ്ഞ് ആ പുള്ളിക്കൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞായിരുന്നല്ലോ. അതിനുശേഷം വിക്രം ഒളിവിലായിരുന്നു. അവസാനം ഒരു ദിവസം പുള്ളിക്കനാണെങ്കിൽ വിക്രത്തെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കണ്ടെത്തി നമ്മുടെ ശ്രീയേട്ടനെ വിളിച്ചു പറഞ്ഞു. ശ്രീയേട്ടനാണെങ്കിൽ വാസവനെ വിളിച്ചു പറഞ്ഞു. വാസവൻ വിക്രത്തെ കൊല്ലാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രീയേട്ടൻ വിളിച്ചു പറയുന്ന കാര്യം കേട്ടായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് വിക്രത്തെ കാര്യങ്ങളൊക്കെ അറിയിച്ചായിരുന്നു. അങ്ങനെ വിക്രം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് വാസവൻ വിക്രത്തെ വെടിവെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട വിക്രം എനിക്ക് അവിടെ എവിടെയാണോ കിടക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ ഇട്ട് തന്നായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വിക്രത്തെ കൂട്ടിക്കൊണ്ട് വന്ന്, അന്ന് വാസവനാണെങ്കിൽ വിക്രത്തിൻ്റെ മുട്ടിന് താഴെ വെടിവെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഓടി രക്ഷപ്പെടാനോ ദൂരോട്ട് പോകാനോ പറ്റുന്നില്ലായിരുന്നു. അത് കാരണം അന്ന് ഞാൻ വിക്രത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയാണ്. അപ്പം ദീപ്തി ഇങ്ങനെ കണ്ണും തള്ളി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രത്തെ രക്ഷപ്പെടുത്തി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയാണ്. അപ്പം ഈ കട്ടിലിൽ നിന്ന് അങ്ങ് ചാടി എണീക്കുകയാണ്. അപ്പം വേദയാണെങ്കിൽ വിക്രം എന്ന് വിളിക്കുകയാണ്. വിക്രം ബാത്റൂമിനകത്ത് കുളിച്ചിരിക്കുകയാണ്. വിക്രം വന്നോ എന്ന് പറയാണ്. അപ്പോഴത്തെ വിക്രം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വിക്രത്തെ കാണുന്ന ദീപ്തി ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ചേച്ചി, എന്താ ചേച്ചി ഈ കാണിച്ചിരിക്കുന്നത്, എന്താ വിക്രം ചേട്ടാ ഈ മുറിക്കകത്തുള്ളല്ലോ എന്ന് ചോദിച്ച് ഞെട്ടുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഇപ്പം വിക്രത്തെ രക്ഷിക്കുക എൻ്റെ ജോലിയാണ്, കാരണം വിക്രം ഒരിക്കലും വരുണിനെ കൊന്നിട്ടില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്, ഇതിൻ്റെ പുറയിൽ ആരോ ശക്തമായി കളിച്ചിട്ടുണ്ട്, ആ ആളെ കണ്ടെത്തണം, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒറിജിനൽ കൊലയാളിയെ കണ്ടെത്തണം. അതിന് വിക്രം ഇപ്പം പോലീസിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ആളെ കണ്ടെത്താൻ പറ്റത്തില്ല. അതിനുവേണ്ടി വിക്രത്തെ ഞാൻ ഒളിപ്പിച്ചതാണ്. വിക്രത്തിന് ഇപ്പം ഉള്ള സാഹചര്യത്തിൽ ഒളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇവിടെ തന്നെയാണ്. വേറെ എവിടെ ഒളിച്ചാലും വിക്രത്തെ പൊക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് വിക്രത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് പറയാണ്. അപ്പം ദീപ്തി ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ വിക്രത്തെയും വേദയും നോക്കുന്നുണ്ട്. അപ്പം വിക്രം പറയാണ്, ദീപ്തി, ഞാൻ വരുണിനെ കൊല്ലുമെന്ന് ദീപ്തിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അന്ന് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഞാനും വരുണിനെ കണ്ട് സംസാരിച്ചതാണ്. ഒരിക്കലും ഞാൻ
വരുണിനെ അങ്ങനെ ചെയ്യത്തില്ല, ഇനി എന്തിൻ്റെ പേരിലായാലും എന്ന് പറയാണ്. അപ്പോൾ സങ്കടത്തോടെ ഇങ്ങനെ കരയുകയാണ് ദീപ്തി. എന്നിട്ട് വേദ പറയാണ്, നിനക്കറിയാലോ, സത്യസന്ധമല്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ല, കൂട്ടു നിൽക്കത്തുമില്ല. അപ്പം ദീപ്തി പറയാണ്, അതുപോലല്ലല്ലോ ഈ കാര്യം, വിക്രം ചേട്ടൻ വേദയിച്ചിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കാണ്. ഇനി ഭർത്താവാണെങ്കിലും ഞാൻ സത്യസന്ധമായ കാര്യത്തിന് മാത്രമേ നിൽക്കത്തുള്ളൂ. വിക്രം വരുണിനെ കൊന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിക്രത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ വിക്രത്തിനെ പുറത്ത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാലോ, വാസവൻ്റെ കയ്യിൽ കിട്ടിയാലോ വാസവൻ കൊല്ലുകയും അതുപോലെ പോലീസുകാർ വരുണിൻ്റെ കൊലപാതകം വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു യഥാർത്ഥ കൊലയാളിയുണ്ട്. ആ കൊലയാളിയെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല എന്ന് വേദ പറയാണ്. അപ്പോൾ ദീപ്തി ഇങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാനിപ്പം പോവുക വേദേച്ചി. പിന്നെ വേദേച്ചി ഈ പറയുന്നതെല്ലാം ഞാൻ വിശ്വസിച്ചെന്ന് വേദേച്ചി ഒട്ടും വിചാരിക്കണ്ട എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, മോളെ അങ്ങനെ ഒന്നും പറയല്ലേ, ഞാൻ ഒരിക്കലും വരുണിനെ കൊന്നിട്ടില്ല, ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇതിൻ്റെ യഥാർത്ഥ കൊലയാളി കണ്ടെത്തണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വരുണിനെ കൊന്ന കുറ്റം എൻ്റെ തലയിലാവും. ഞാൻ അങ്ങനെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് വേദ പറഞ്ഞപ്പം ഇവിടെ വന്ന് താമസിക്കാൻ ഞാൻ തയ്യാറായതെന്ന് വിക്രം പറയാണ്. അപ്പോൾ ദീപ്തി ഒന്നും മിണ്ടാതെ പോകാൻ ഒരുങ്ങുമ്പോൾ വേദ പറയാണ്, ദീപ്തി, വിക്രം ഇവിടെ ഉള്ള കാര്യം നീ ആരോടും പറയല്ലേ, ഈ ചതിക്കല്ലെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വേദയിൽ ഇങ്ങനെ രൂക്ഷമായി ദീപ്തി നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തെ നോക്കുന്നുണ്ട്. ആ കൈയാണെങ്കിൽ പിടിപ്പിച്ചിട്ട് ദീപ്തി ദേഷ്യത്തോടെ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അപ്പം വേദയാണെങ്കിൽ വിക്രത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ദീപ്തി, ഞാൻ ഇവിടെ ഉള്ള കാര്യം എല്ലാവരുടെ പറയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ ഇങ്ങനെ വിഷമത്തോടെ വിക്രത്തെ നോക്കിയിട്ട് പറയത്തില്ലായിരിക്കും എന്നിങ്ങനെ സങ്കടത്തോടെ പറയാണ്. അപ്പം വിക്രം പറയാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല. അവളുടെ ജീവനായ വരുണിനെ കൊന്നത് ഞാനാണെന്നാണ് അവളുടെ വിചാരം. അതുകൊണ്ട് ആരോടും പറയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പോലീസിനെ തന്നെ അവൾ അറിയിക്കും എന്ന് വിക്രം പറയാണ്. അന്നേരം വേദ പറയാണ്, അവൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിക്രം ഇവിടെ ഉള്ള കാര്യം അവൾ ആരോടും പറയാതിരുന്നാൽ മതി. അവൾ അറിയുന്നത് കൊണ്ട് നമുക്കൊരു സപ്പോർട്ടാണെന്ന് വേദ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, സപ്പോർട്ടൊക്കെയാണ്, പക്ഷേ ആരോടെങ്കിലും ഞാൻ ഇവിടെ ഉള്ള കാര്യം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യം മാറും എന്ന് വിക്രം പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ദീപ്തി ഇനി ചതിക്കോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിൽ തന്നെ അവരിയ്ക്കുകയാണ്. ഈ സമയത്ത് ദീപ്തി അവിടുന്ന് ഒരുങ്ങി നേരെ പോകുന്നത് വാസവൻ്റെ അടുത്തോട്ടാണ്. അവിടെ ചെല്ലുമ്പോൾ വാസവനാണെങ്കിൽ ഒരു കസേരയിൽ ഇങ്ങനെ വരുണിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അത് കാണുമ്പോൾ ദീപ്തിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പം അച്ഛാന്ന് വിളിക്കുകയാണ്. അച്ഛാന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവനിങ്ങനെ ഞെട്ടി നോക്കുവാണ്, ആരാണ് വിളിച്ചതെന്ന്. നോക്കുമ്പോൾ ദീപ്തിയെ കാണുമ്പോൾ വാസവൻ പെട്ടെന്ന് അങ്ങ് എണീക്കുകയാണ്. വാ മോളെ, കയറി വാ എന്ന് പറയാണ്. അങ്ങനെ അടുത്തേക്ക് നിന്ന് ദീപ്തി അടുത്ത് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് വാസവൻ സങ്കടത്തോടെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ദീപ്തിയാണെങ്കിൽ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ വാസവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്നിട്ട് ദീപ്തി പറയാണ്, അച്ഛൻ വിഷമിക്കേണ്ട, ഞാനില്ലേ കൂടെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വാസവന് നല്ല സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ദീപ്തിയാണെങ്കിൽ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അതിന് ശേഷം ദീപ്തി അവിടെ കയറിയിരിക്കുകയാണ്. ദീപ്തിയാണെങ്കിൽ എന്തൊക്കെയോ വാസവനോട് പറയാനാണ് വന്നിരിക്കുന്നത്. വാസവൻ പറയാണ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൻ ബലിയാടാവുമെന്ന്. ആ വിക്രം ഈ ചതി എൻ്റെ മോനോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് വാസവൻ പറയാണ്. അപ്പോഴത്തേക്ക് ദീപ്തി ഇങ്ങനെ വാസവനെ നോക്കുവാണ്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോനെ ഇല്ലാതാക്കി അവനെ ഇനി ഈ ഭൂമിയിൽ ഞാൻ വെച്ചേക്കത്തില്ല. അവൻ എവിടെയോ കയറി ഒളിച്ചിരിക്കുക, അവൻ എൻ്റെ കയ്യിൽ കിട്ടാതെ പോകത്തില്ല എന്ന് പറയുകയാണ്. വാസവൻ്റെ സങ്കടം കണ്ടിട്ട് ദീപ്തിക്ക് സഹിക്കാൻ വയ്യ. ദീപ്തിയാണെങ്കിൽ വിക്രം വീട്ടിലുള്ള കാര്യം പറയണോ വേണ്ടോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.